ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള പെൻഗ്വിനാണ്. ഇതിന് വേണ്ടിയിട്ട് 3 ടൈപ്പ് യാൺസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 4.5 mm ഹുക്കും അതേപോലെ തന്നെ സ്റ്റിച്ച് മാർക്കർ കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഹെഡ് പോർഷനാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡാർക്ക് ഗ്രീൻ കളർ യാൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മാജിക് റിങ്ങിൽ 7 സിംഗിൾ ക്രോഷയാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. പക്ഷേ ഈ ഒരു യാൺ വെച്ചിട്ട് മാജിക് റിങ് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഈ ചെന്നല യാൺ വെച്ച് നോർമൽ ആ ഒരു മാജിക് റിങ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ കുറച്ച് കഷ്ടപ്പാടുള്ള പണിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ വേറൊരു മെത്തേഡാണ് കേട്ടോ യൂസ് ചെയ്യാറ്. ആദ്യം ഒരു 3 ചെയിൻ സ്റ്റിച്ച് ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ ചെയിൻ സ്റ്റിച്ചിൽ അതിലോട്ട് ഈ ഒരു യാൺ പുള്ള് ചെയ്തെടുത്തിട്ട് നമ്മളൊരു ഒരു ഫേക്ക് മാജിക് റിങ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ നോർമലായിട്ട് മാജിക് റിങ് ചെയ്യുമ്പോൾ അതേ എഫക്റ്റ് തന്നെയാണ് കിട്ടുക. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു യാണിന് പ്രത്യേകിച്ച് ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന പോലത്തെ ഒരു യാണാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ടാകും. അപ്പം നമ്മൾ ഈ ഒരു ഫേക്ക് മാജിക് റിങ്ങിലോട്ട് 7 സിംഗിൾ ക്രോഷ്യ ചെയ്യാണ്. സിംഗിൾ ക്രോഷ്യ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ അല്ലേ. നമ്മുടെ ഈ ഒരു ഹുക്ക് ആ ഹോളിലേക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ ആ ഒരു യാണില്ലേ അത് പുള്ള് ചെയ്തെടുക്കുക. എന്നിട്ട് 2 ലൂപ്സ് നമ്മുടെ ആ ഒരു ഹൂക്കിൻ്റെ അകത്തുണ്ടാവും. എന്നിട്ട് രണ്ടിലും കൂടെ ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ രണ്ടാമത്തെ റൗണ്ടിൽ വരുന്നത് ഇൻക്രീസ് സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടോട്ടൽ ഇപ്പം 7 സിംഗിൾ ക്രോഷ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഓരോ സിംഗിൾ ക്രോഷ്യയിലോട്ടും നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്യാം. അപ്പോൾ അത് ഇൻക്രീസ് സ്റ്റിച്ചാവും. അപ്പം ഈ ഒരു ഇൻക്രീസ് സ്റ്റിച്ചും അതേപോലെ തന്നെ റൗണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ ഒരിക്കലും മറന്നു പോകരുത്. കാരണം നമ്മുടെ വർക്ക് മൊത്തത്തിൽ കൊള്ളാവും. ഈ ഒരു 7 സിംഗിൾ ക്രോഷ്യയിലേക്ക് നമുക്ക് ഇൻക്രീസ് സ്റ്റിച്ച് ചെയ്യാം. സെയിം ഹോളിലേക്ക് 2 പ്രാവശ്യം നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നതിനാണ് ഇൻക്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ സ്റ്റിച്ചിൻ്റെ കൗണ്ടും കാര്യങ്ങളൊക്കെ മേലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരോ റൗണ്ട് കഴിയുമ്പോഴും അത്രയും കറക്റ്റ് എണ്ണം സ്റ്റിച്ചസ് ഉണ്ടോയെന്ന് കൗണ്ട് ചെയ്ത് ഉറപ്പ് വരുത്തുക. അപ്പോൾ അടുത്ത റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് ഒരു സിംഗിൾ ക്രോഷ്യയും അതേപോലെ തന്നെ ഒരു ഇൻക്രീസ് സ്റ്റിച്ചുമാണ്. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. എന്നിട്ട് അത് നമ്മുടെ ആ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് കറക്റ്റായിട്ട് ഏതാണ് ആ സ്റ്റിച്ച് എന്നുള്ളത് മാർക്ക് ചെയ്ത് വെക്കാം. ഈ ഒരു 3rd റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് 21 സ്റ്റിച്ചസ് ആണ് ഉണ്ടാകുക. അപ്പം എല്ലാ റൗണ്ട്സ് കഴിഞ്ഞിട്ടും കറക്റ്റ് സ്റ്റിച്ചസൊക്കെ കറക്റ്റ് അല്ലേ എന്ന് എണ്ണി നോക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റിച്ചിൽ നമ്മുടെ സ്റ്റിച്ച് മാർക്കർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ നമ്മുടെ ലൂപ്പിലോട്ട് 2 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സെയിം ലൂപ്പിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ. ഈ ഒരു സെയിം സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ ഈ റൗണ്ട് മൊത്തം ചെയ്യേണ്ടത്. ആദ്യം ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക, പിന്നെ അടുത്ത സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അപ്പം ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ്, അങ്ങനെയാണ് ഈ 3rd റൗണ്ട് മൊത്തം നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാ റൗണ്ട് കഴിയുമ്പോഴും എത്ര സ്റ്റിച്ച് ഉണ്ടെന്ന് കറക്റ്റ് കൗണ്ട് ചെയ്ത് നോക്കാം. ഇൻ കേസ് അത് കുറവോ കൂടുതലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് 1 2 സ്റ്റിച്ചൊക്കെ കൂടുതലോ കുറവോ ഒക്കെ ആണെങ്കിൽ നമുക്കത് അടുത്ത റൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ റൗണ്ട്സ് കഴിഞ്ഞിട്ടും നല്ലപോലെ കൗണ്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ എല്ലാ സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷ്യ, അതേപോലെ തന്നെ അടുത്ത സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ, ഇൻക്രീസ് അങ്ങനെ ചെയ്തെടുക്കാം. എന്തായാലും നമ്മൾ ആ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടില്ലേ അതിൻ്റെ അടുത്തുള്ള ലാസ്റ്റ് ലൂപ്പിൽ 2 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ആയിരിക്കും വരിക. അപ്പോൾ അങ്ങനെ വന്നില്ലെങ്കിൽ എന്തായാലും ഉറപ്പിച്ചോ എവിടെയോ എന്തോ തെറ്റുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ 4ാമത്തെ റൗണ്ടിൽ ചെയ്യുന്നത് 2 സിംഗിൾ ക്രോഷ്യയും അതേപോലെ തന്നെ ഒരു ഇൻക്രീസുമാണ്. ഇതെല്ലാം ഓൾമോസ്റ്റ് സെയിം മെത്തേഡ് തന്നെയാണ്. നിങ്ങൾ ജസ്റ്റ് സിംഗിൾ ക്രോഷ്യ ഇൻക്രീസൊക്കെ പഠിച്ചാൽ മതി, നിങ്ങൾക്കത് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യയാണ് കേട്ടോ ഫസ്റ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ആ സ്റ്റിച്ച് മാർക്കർ ഇട്ടതും പിന്നെ അടുത്തതും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത്. പിന്നെ 3ാമത്തെ നമ്മുടെ ആ ഒരു സ്റ്റിച്ചിൻ്റെ അകത്തോട്ട് നമ്മൾ 2 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു 2 സിംഗിൾ ക്രോഷ്യ എന്ന് വെച്ചാൽ ഒരു ഇൻക്രീസാണ്. അങ്ങനെയാണ് നമ്മൾ ഈ റൗണ്ട് ചെയ്യുന്നത്. നമ്മൾ ഈ റൗണ്ട് മൊത്തം ചെയ്തെടുക്കുമ്പോൾ ലാസ്റ്റ് ഉള്ള ആ ഒരു ലൂപ്പിൽ എപ്പോഴും ഇൻക്രീസ് സ്റ്റിച്ചായിരിക്കും വരിക. ഇൻ കേസ് അത് ഇൻക്രീസ് അല്ലെങ്കിൽ എന്തായിരിക്കും വർക്കിൽ എവിടെയെങ്കിലും ചെറിയ തെറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെന്തായാലും ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ 28 സ്റ്റിച്ചസ് ആണ് ഉണ്ടാകുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാ റൗണ്ട്സ് കഴിഞ്ഞാലും ഒന്ന് കൗണ്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ 5ാമത്തെ റൗണ്ടിൽ വരുന്നത് 3 സിംഗിൾ ക്രോഷ്യയും 3 കഴിഞ്ഞ് 4ാമത്തെ ആ ഒരു ലൂപ്പിൻ്റെ അകത്ത് നമുക്ക് ഒരു ഇൻക്രീസുമാണ് ചെയ്യേണ്ടത്. ഇത്രയും നേരം നമ്മൾ ഫോളോ ചെയ്ത സെയിം മെത്തേഡാണ്. നേരത്തെ നമ്മൾ ചെയ്തത് 2 സിംഗിൾ ക്രോഷ്യയും പിന്നെ ഒരു ഇൻക്രീസാണ്. ഇപ്പോൾ ചെയ്യുന്നത് 3 സിംഗിൾ ക്രോഷ്യയും ഒരു ഇൻക്രീസുമാണ്. എല്ലാം
കറക്റ്റ് ആ ഒരു ഫോളോ ചെയ്ത് പോയാൽ ഇത് അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഈ റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുക ടോട്ടൽ 35 സ്റ്റിച്ചസ് ആണ് കേട്ടോ. അപ്പോൾ 3 സിംഗിൾ ക്രോഷേ, 4ാമത്തെ സ്റ്റിച്ചിൻ്റെ അകത്ത് ഒരു ഇൻക്രീസ്, 2 സിംഗിൾ ക്രോഷേ ഒരുമിച്ച് ഒരു സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഇൻക്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ റൗണ്ട് മൊത്തം ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് 35 സ്റ്റിച്ചസ് ആണ് ഉണ്ടാകുക. അപ്പോൾ ഈ ഒരു 6ാമത്തെ റൗണ്ടിൽ നമ്മൾ ഇൻക്രീസും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഓരോരോ ലൂപ്പിലും ഓരോരോ സിംഗിൾ ക്രോഷേ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ടോട്ടൽ 35 സിംഗിൾ ക്രോഷേ. അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റിച്ചിലും ഓരോരോ സിംഗിൾ ക്രോഷേ വെച്ചിട്ട് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഈ 7ാമത്തെ റൗണ്ട് മുതലാണ് കേട്ടോ നമ്മൾ കളർ ചേഞ്ചിങ് തുടങ്ങുന്നത്. നമ്മളെ പെൻഗ്വിൻ്റെ കണ്ണിൻ്റെ വൈറ്റ് കളർ ഈ ഒരു റൗണ്ട് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കളർ ചേഞ്ചിങ് അത്ര കഷ്ടപ്പാടുള്ള പരിപാടിയൊന്നുമല്ല, ഈസിയാണ്, ഭയങ്കര ഈസിയാണ് കേട്ടോ. എങ്ങനെ നമുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് ആദ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രീൻ കളർ യാണ് വെച്ചിട്ട് 8 സിംഗിൾ ക്രോഷേ ചെയ്യാം. ഈ ഞാൻ മേലെ എഴുതിയിട്ടില്ല, അതിൽ ജി എന്നുള്ളത് ഗ്രീൻ യാണും അതേപോലെ തന്നെ ഡബ്ല്യു എന്നുള്ളത് വൈറ്റ് കളറുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രീൻ കളർ യാണ് വെച്ചിട്ട് 8 സിംഗിൾ ക്രോഷേ ഫസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വൈറ്റിലോട്ട് കളർ ചേഞ്ച് ചെയ്യുന്നത് ഈ ഗ്രീൻ യാണിൻ്റെ 8ാമത്തെ സിംഗിൾ ക്രോഷേ ഇല്ലേ, ഈ സമയത്ത് നമുക്ക് എന്താ പറയുക 2 ലൂപ്പ് നമ്മുടെ ഹുക്കിൽ വരും. ആ സമയത്ത് നമ്മൾ എന്താ പറയുക അത് ഗ്രീൻ തന്നെ വെച്ച് ചെയ്യാതെ വൈറ്റ് യാണ് വെച്ചിട്ടാണ് ആ ഒരു ക്രോഷേ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ എല്ലാ റൗണ്ടിലും ഇതേപോലെ തന്നെയാണ് കേട്ടോ കളർ ചേഞ്ച് ചെയ്തെടുക്കുക. അങ്ങനെ കളർ ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ 3 സിംഗിൾ ക്രോഷേ വൈറ്റ് കളർ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഈ 3ാമത്തെ വൈറ്റ് കളർ വെച്ചിട്ടുള്ള സിംഗിൾ ക്രോഷേ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ആ കംപ്ലീറ്റ് ചെയ്യേണ്ടടുത്ത് നമ്മൾ ഗ്രീൻ കളർ യാണ് വെച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ ആ ഒരു എന്താ പറയുക സ്റ്റിച്ചിൽ കളർ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഞാൻ പറയുന്നത് ചിലപ്പോൾ നോക്കുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലാകാത്തൊരവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാലും മതിയാവും. നമ്മൾ എല്ലാ കളർ ചേഞ്ചിങ്ങും ഇതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഗ്രീൻ കളറും വൈറ്റ് കളറും വെച്ചിട്ടുള്ള കളർ ചേഞ്ച് മൊത്തം ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മേലെ കൊടുത്തിട്ടുണ്ട് 8 സിംഗിൾ ക്രോഷേ ഗ്രീൻ ചെയ്തിട്ട് ഗ്രീൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. പിന്നെ വൈറ്റ് വെച്ചിട്ട് 3 സിംഗിൾ ക്രോഷേ, അതേപോലെ തന്നെ പിന്നെ വരുന്നത് ഗ്രീൻ വെച്ചിട്ട് 4 സിംഗിൾ ക്രോഷേ, പിന്നെ വൈറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് 3 സിംഗിൾ ക്രോഷേ ആണ് കേട്ടോ. 3 സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അടുത്തത് എന്താ പറയുക നമ്മുടെ ആ 3 എണ്ണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു സ്റ്റിച്ച് മാർക്കർ എവിടത്തോളം വരെയാണോ ഉള്ളത് അവിടത്തോളം വരെ ഗ്രീൻ വെച്ചിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഈ ഒരു 7ാമത്തെ റൗണ്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത റൗണ്ടിൽ എന്താ ഈ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഈ കളർ ചേഞ്ചിങ് തന്നെയാണ് നമ്മുടെ ആ കണ്ണിൻ്റെ ഒരു പോർഷൻ കറക്റ്റ് വൈറ്റ് കളറിൽ നമുക്ക് വേണ്ടത്ര ആ ഒരു സൈസിൽ വരുന്നവരെ. അപ്പോൾ കളർ ചേഞ്ച് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് വേണ്ടത് ഗ്രീൻ വെച്ചിട്ട് 7 സിംഗിൾ ക്രോഷേ ആണ്. 7ാമത്തെ സിംഗിൾ ക്രോഷേ നമ്മൾ ഒരിക്കലും ആ ഗ്രീൻ കളർ വെച്ചിട്ട് മൊത്തം കംപ്ലീറ്റ് ചെയ്യും. ആ ഒരു 7ാമത്തെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഹുക്കിൻ്റെ അകത്ത് 2 ലൂപ്സ് വരും. അതിലൂടെ നമ്മൾ ഇട്ട് വലിക്കേണ്ടത് എന്താ വൈറ്റ് കളർ യാണാണ് കേട്ടോ. അതേപോലെ തന്നെ വൈറ്റ് നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് 5 സിംഗിൾ ക്രോഷേ ആണ്. 5 എണ്ണം ചെയ്യുമ്പം 5ാമത്തത് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യരുത്. അങ്ങനെ ഈ ഞാൻ മേലെ കൊടുത്തിട്ടുള്ള ആ ഒരു എന്താ പറയുക പാറ്റേൺ നോക്കിയിട്ട് നിങ്ങൾ ഈ റൗണ്ട് മൊത്തം കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത റൗണ്ടിലും കളർ ചേഞ്ചിങ് തന്നെയാണ് വരുന്നത്. അപ്പം ഈ റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് ഗ്രീൻ കളർ വെച്ചിട്ട് 6 സിംഗിൾ ക്രോഷേ ആണ്. അപ്പോൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ 6ാമത്തെ സിംഗിൾ ക്രോഷേ ഗ്രീൻ കളർ വെച്ച് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യരുത്. അതിലാണ് നമ്മൾ നമ്മുടെ കളർ ചേഞ്ചിങ് ആയിട്ട് നമ്മുടെ വൈറ്റ് കളർ യാണ് കൊണ്ടുപോയിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ഒരു സെയിം മെത്തേഡ് വെച്ചിട്ട് ഈ ഒരു റൗണ്ടും കൂടെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 6 സിംഗിൾ ക്രോഷേ ആണ് ഈ ഒരു ഗ്രീൻ കളർ യാൺ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 6 സിംഗിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത് ചെയ്യുന്നത് ഈ 6ാമത്തെ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യാതെ അതിലോട്ട് വൈറ്റ് കളർ യാണ് ആഡ് ചെയ്തിട്ട് 14 സിംഗിൾ ക്രോഷേ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് കേട്ടോ ഈ ഒരു എന്താ പറയുക നമ്മുടെ 6ാമത്തെ ഗ്രീൻ കളർ വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റിച്ച് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തതാണ് നമ്മുടെ വൈറ്റ് കളർ വെച്ചിട്ടുള്ള ആദ്യത്തെ സിംഗിൾ ക്രോഷേ. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ 14 സിംഗിൾ ക്രോഷേ ആണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് വൈറ്റ് കളർ വെച്ചിട്ട് ടോട്ടൽ 14 സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 14 സിംഗിൾ ക്രോഷേ ആയിട്ടുണ്ട്. 14ാമത്തെ സിംഗിൾ ക്രോഷേ ആണ് കേട്ടോ വൈറ്റ് വെച്ചിട്ടത്. അപ്പോൾ ഇവിടെ നമ്മളെ കളർ ചേഞ്ചിങ് ചെയ്യാണ്. ഗ്രീൻ കളർ വെച്ചിട്ട് അടുത്തത് ചെയ്യാൻ പോകുന്നത് 15 സിംഗിൾ ക്രോഷേ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് 15 സിംഗിൾ ക്രോഷേ ഈ റൗണ്ട് മൊത്തത്തിൽ ഗ്രീൻ കളർ വെച്ചിട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ അടുത്ത നമ്മളെ 10ാമത്തെ റൗണ്ടിലും നമ്മൾ കളർ ചേഞ്ചിങ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് കണ്ണിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ. ഇനി നമ്മൾ വൈറ്റ് കളർ യാണ് വെച്ചിട്ട് വേറൊരു റൗണ്ട് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ ഈ റൗണ്ടിൻ്റെ പാറ്റേൺ എന്ന് വെച്ചാൽ ഗ്രീൻ കളർ വെച്ചിട്ട് 5 സിംഗിൾ ക്രോഷേ, അതിനുശേഷം വൈറ്റ് കളർ വെച്ചിട്ട് 16 സിംഗിൾ ക്രോഷേ, അത് കഴിഞ്ഞ് ലാസ്റ്റ് ഗ്രീൻ കളർ വെച്ചിട്ട് 14 സിംഗിൾ ക്രോഷേ. അങ്ങനെയാണ് കേട്ടോ ഈ റൗണ്ട് വരുന്നത്. അപ്പോൾ ഈ റൗണ്ടിൻ്റെ അവസാനമാണ് നമ്മൾ ഈ ബോഡിയുടെ പാർട്ടും കൂടെ ഇതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യണം. നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഗ്രീൻ കളർ വെച്ചിട്ട് ഇത് അപ്പോൾ 5ാമത്തെ സിംഗിൾ ക്രോഷേ ആണ് ഇത്. അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ വൈറ്റ് കളർ യാണ് വെച്ചിട്ട് ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഈ റൗണ്ട് എന്നല്ല, നമ്മുടെ വൈറ്റ് കളർ യാണ് വെച്ചിട്ട് ഈ ഒരു സിംഗിൾ ക്രോഷേ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അടുത്തത് 16 സിംഗിൾ ക്രോഷേ ആണ് കേട്ടോ വൈറ്റ് കളർ വെച്ചിട്ട് ചെയ്യേണ്ടത്. പിന്നെ നേരത്തെ ഫോളോ ചെയ്ത സെയിം മെത്തേഡ് തന്നെ 16ാമത്തെ സിംഗിൾ ക്രോഷേ ആകുമ്പോൾ അത് വൈറ്റ് കളർ വെച്ച് ചെയ്യാതെ ആ ഒരു സിംഗിൾ ക്രോഷേ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക ഗ്രീൻ കളർ യാണ് വെച്ചിട്ടാണ്. അങ്ങനെ നമുക്ക് ഈ ഒരു ലാസ്റ്റ് റൗണ്ടിലേക്ക് എത്താം. അവിടെയാണ് കേട്ടോ നമ്മൾ ബോഡിയുടെ ഈ ഒരു ലൈറ്റ് ഗ്രീൻ കളർ വെച്ചിട്ട് കളർ ചേഞ്ച് ചെയ്യുന്നത്. അതും കൂടെ എങ്ങനെയാണെന്ന് നോക്കാം. സെയിം മെത്തേഡ് തന്നെയാണ്, എന്നാലും നമുക്ക് അതും കൂടെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു റൗണ്ട് മുതലാണ് നമ്മൾ നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള ലൈറ്റ് കളർ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലാസ്റ്റിലത്തെ സ്റ്റിച്ച്, അതായത് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടില്ലേ, അതിൻ്റെ തൊട്ട് മുന്നത്തെ സ്റ്റിച്ചാണ് നമ്മൾ ഈ ഒരു ലൈറ്റ് ഗ്രീൻ കളർ യാണ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം അടുത്ത സ്റ്റിച്ച് മുതൽ, അതായത് സ്റ്റിച്ച് മാർക്കറുള്ള സ്റ്റിച്ച് മുതലാണ് നമ്മൾ ശരിക്കും കൗണ്ട് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു റൗണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ബോഡിക്കെല്ലാം സെയിം കളർ തന്നെയാണല്ലോ, സൈസും ഏകദേശം സെയിം തന്നെയാണ്. ഏകദേശം നല്ല കറക്റ്റ് സെയിം സൈസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് 35 സിംഗിൾ ക്രോഷേ ആണ് ഉണ്ടാകുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഈ ഒരു ലൈറ്റ് കളർ യാണ് വെച്ചിട്ട് ടോട്ടൽ റൗണ്ട് 11 തൊട്ട് 15 വരെ, അതായത് ടോട്ടൽ 5 റൗണ്ട് ഈ ഒരു സെയിം ലൈറ്റ് ഗ്രീൻ കളർ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ലൈറ്റ് ഗ്രീൻ കളർ വെച്ചിട്ട് നമ്മൾ ടോട്ടൽ 5 റൗണ്ട് സിംഗിൾ ക്രോഷേ നമുക്കൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ ടോട്ടൽ 5 റൗണ്ടാണ് കേട്ടോ ഈ ഒരു ലൈറ്റ് കളർ യാണ് വെച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു പെൻഗ്വിൻ്റെ കണ്ണ് വെക്കാം. ഞാനിത് പണ്ട് മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഒരു സേഫ്റ്റി ഐസിൻ്റെ കിറ്റായിരുന്നു. ജസ്റ്റ് 100 150 റേഞ്ചിലെങ്ങാൻ 100 കണ്ണുകളാണ് കേട്ടോ എനിക്ക് കിട്ടിയത്, പല ഡിഫറെൻറ്റ് സൈസിലുള്ളത്. പക്ഷെ ഇത് ഓൾമോസ്റ്റ് തീർന്നു. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ചെറിയ കണ്ണാണ് കേട്ടോ, കുറച്ചുകൂടെ വലിയ സൈസാണ് വേണ്ടത്, പക്ഷേ അതിപ്പോൾ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ ഉള്ളത് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു കണ്ണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബാക്കിലുള്ള ആ ഒരു പെൻഗ്വിൻസിനെ നോക്കിയാൽ അറിയാം, അതിനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ കണ്ണ് നല്ല ചെറുതാണ്, പക്ഷേ നമ്മുടെ കയ്യിലിപ്പോൾ ഇതേ ഉള്ളൂ. ഇനി അടുത്ത റൗണ്ട് മുതൽ നമ്മൾ നമ്മുടെ ഈ ഒരു പെൻഗ്വിൻ്റെ ബോഡി ചെറുതാക്കി കൊണ്ടുവരാണ്. അപ്പം അടുത്ത റൗണ്ട് മുതൽ നമ്മൾ ഡിക്രീസ് ചെയ്തു തുടങ്ങുകയാണ്. അപ്പോൾ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫോളോ ചെയ്യുന്ന പാറ്റേൺ എന്ന് വെച്ചാൽ 3 സിംഗിൾ ക്രോഷേ 1 ഡിക്രീസാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളെ ആ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള ഒരു സ്റ്റിച്ച് ചെയ്തു, പിന്നെ അടുത്ത 2ാമത്തെ സ്റ്റിച്ച് ചെയ്തു, പിന്നെ ഒരു 3ാമത്തെ സിംഗിൾ ക്രോഷയും കൂടെ നമുക്ക് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ഡിക്രീസ് ചെയ്യാൻ പോകുന്നത്. ഡിക്രീസ് പല മെത്തേഡ്സിൽ ചെയ്യാം. ഞാൻ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളതാണ് ചെയ്യുന്നത്. നമ്മുടെ ക്രോഷേ ഹുക്ക് ആ ലൂപ്പ് കൂടെ ഇട്ടിട്ട് നമ്മുടെ ആ യാൺ പുള്ള് ചെയ്തെടുക്കുക. പക്ഷേ അത് നമ്മൾ ക്ലോസ് ചെയ്യരുത്. അതേപോലെ തന്നെ അടുത്ത 2ാമത്തെ ആ ഒരു ലൂപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇത് ഒരുമിച്ചെടുക്കാം. ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. 3 സിംഗിൾ ക്രോഷേ ചെയ്യുക. അടുത്തത് നമുക്ക് 2 സ്റ്റിച്ചും കൂടെ ഒരെണ്ണാക്കി എടുക്കണം. അപ്പം ഒരു സ്റ്റിച്ച് കൂടെ ഇട്ടിട്ട് നമ്മൾ ആ ഒരു യാണ് പുള്ള് ചെയ്തെടുക്കുക, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത സ്റ്റിച്ച് കൂടെ സെയിം ഇടുക. അതേപോലെ തന്നെ ആ ഒരു യാണ് പുള്ള് ചെയ്തെടുക്കുക. ഒരുമിച്ച് 3 സ്റ്റിച്ച് വരുമ്പം അത് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പം ആ ഒരു റൗണ്ട് നമ്മൾ സെയിം ആ ഒരു മെത്തേഡ് വെച്ചിട്ട് മൊത്തം കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ അടുത്ത റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് 2 സിംഗിൾ ക്രോഷയും 1 ഡിക്രീസുമാണ്. നേരത്തെ പോലെ തന്നെ 2 സിംഗിൾ ക്രോഷ ചെയ്യുക, സെയിം മെത്തേഡ്. ഡിക്രീസ് നിങ്ങൾക്ക് ട്യൂട്ടോറിയൽസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇഷ്ടംപോലെ യൂട്യൂബിൽ കിട്ടും. കുറേ ടൈപ്പ് ഡിക്രീസ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഈസി അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ടൈപ്പാണ്, ഈ ഒരു മെത്തേഡാണ്. അതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് ചെയ്യുന്നത് 2 സിംഗിൾ ക്രോഷേ 1 ഡിക്രീസ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് ഈ 17ാമത്തെ റൗണ്ടും കൂടെ കംപ്ലീറ്റ് എടുക്കാം.
ആ ഒരു റൗണ്ട് കഴിഞ്ഞ് നമ്മൾ അടുത്ത പാറ്റേൺ എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസ്. നമ്മൾ 3 സിംഗിൾ ക്രോഷ്യ വെച്ചിട്ടാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം 3 ചെയ്തു, പിന്നെ 2 പിന്നെ ഇപ്പോൾ അവസാനത്തതല്ല, ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസ്. സെയിം മെത്തേഡ് തന്നെ കേട്ടോ. ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക, പിന്നെ 2 ലൂപ്പിലിട്ട് ഈ യാൺ പുള്ളി ചെയ്തതിന് ശേഷം ഒരു ഡിക്രീസ് ചെയ്യാം. അങ്ങനെ ഈ സെയിം പാറ്റേൺ വെച്ചിട്ട് നമുക്ക് ഈ റൗണ്ട് മൊത്തം ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റെപ്പും കൂടെ കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ പെൻഗ്വിൻ്റെ ബോഡിയുടെ പാർട്ട് ചെറുതായി വരികയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് അത്യാവശ്യത്തിനുള്ള സ്റ്റഫിങ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് നമുക്ക് സ്റ്റഫ് ചെയ്യാം. അപ്പം സ്റ്റഫിങ്ങും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അത്യാവശ്യം നല്ല രീതിക്ക് എല്ലാ സൈഡിലും കറക്റ്റ് പ്രൊപ്പോർഷനിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി നമ്മുടെ ലാസ്റ്റിലത്തെ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രാവശ്യം സിംഗിൾ ക്രോഷ്യ ഇല്ല കേട്ടോ, ഡിക്രീസ് മാത്രമാണുള്ളത്. എന്ത് ചെയ്യുകയാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ സ്റ്റിച്ച് മാർക്കർ കറക്റ്റ് അവിടെ തന്നെ വെക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു കൗണ്ട് വെക്കുക. 7 ഡിക്രീസാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം 7 കറക്റ്റ് കൗണ്ട് വെക്കുക. പറ്റില്ലെങ്കിൽ നമ്മുടെ ആ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ച് ഏതാണോ അത് മാർക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മളിപ്പോൾ സിംഗിൾ ക്രോഷ്യ ഒന്നുമില്ല, ഡിക്രീസ് മാത്രം ചെയ്തിട്ട് ഈ റൗണ്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇത് തുന്നി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള യാൺ എത്രയാണോ അത്രയും എടുത്തതിന് ശേഷം ബാക്കി പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ ഈ ഈ ഒരു ലെങ്ത്തിലാണ് നമ്മുടെ ഈ ഒരു യാൺ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ ക്രോഷ്യ ചെയ്യുമ്പോൾ നമുക്ക് കിറ്റൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ചെറിയ സൂചി കിട്ടും. ആ ഒരു സൂചിയിൽ കോർത്ത ശേഷം നമ്മുടെ ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ ലാസ്റ്റ് ഡിക്രീസ് ചെയ്തതിൻ്റെ ആ പുറത്തുള്ള ലൂപ്പ് കേട്ടോ, മൊത്തത്തിൽ ഇട്ടെടുക്കരുത്. അതിൻ്റെ മുകളിലുള്ള ആ ഒരു ലൂപ്പിൽ മാത്രം എല്ലാത്തിലും ഇട്ടെടുക്കാം. എല്ലാത്തിലും ഇട്ടെടുത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ വലിച്ചാൽ ആ ഒരു ആ സ്പേസ് മൊത്തത്തിൽ ക്ലോസ് ആയി വരും. അതിനുശേഷം ജസ്റ്റ് ഒന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2-3 സ്റ്റിച്ചിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അതൊന്ന് സെക്യൂർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കണ്ടോ, അപ്പോൾ നമ്മൾ പുൾ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ റൗണ്ട് മൊത്തത്തിൽ ക്ലോസ് ആയിട്ട് വരും കേട്ടോ. നമ്മൾ ഒരിക്കലും എല്ലാ സ്റ്റിച്ചിലും ഇട്ട് എടുക്കരുത്. ആ സിംഗിൾ ക്രോഷ്യ നമ്മൾ ലാസ്റ്റ് ആ ഡിക്രീസ് ചെയ്തതിന് ശേഷമുള്ള 7 സിംഗിൾ ക്രോഷ്യ അതിൻ്റെ അറ്റത്തുള്ള ആ ഒരു ഇതിൽ മാത്രമാണ് ഇട്ടെടുക്കേണ്ടത് കേട്ടോ, അല്ലെങ്കിൽ ഇതേപോലെ കിട്ടില്ല. അപ്പോൾ നമ്മൾ പെൻഗ്വിൻ്റെ ബോഡിയുടെ പാർട്ട് ഇപ്പോൾ മൊത്തത്തിൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിനൊരു വായ് വെക്കണം. വായ്, ചുണ്ട്, കൊക്ക് എന്ത് വേണമെങ്കിലും പറയാം, അത് വെക്കണം. പിന്നെ 2 കാല്, അതേപോലെ തന്നെ ചിറക്. ഇതിൻ്റെ വായ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഈ ഹോബി സ്റ്റോറിൻ്റെ തന്നെ ആക്രിലിക് യാൺസ് ആണ്. അപ്പോൾ ഈ യാൺ വെച്ചിട്ട് നമുക്ക് എവിടെയാണോ ചെയ്യേണ്ടത് അവിടെ ഒരു ആ ഒരു കറക്റ്റ് പോർഷൻ നോക്കിയിട്ട് ഒരു 3-4 പ്രാവശ്യം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്കതിൻ്റെ വായ എത്ര വിഡ്ത്തിൽ വേണോ അതൊക്കെ നിങ്ങളിഷ്ടമാണ് കേട്ടോ. നിങ്ങൾ കറക്റ്റ് നിങ്ങളുടെ സൈസ് എല്ലാം നോക്കിയിട്ട് അതേപോലെ തന്നെ ചെയ്യാം. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ വായ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം റൗണ്ടായിട്ട് ഒന്നും കൂടെ അതിൻ്റെ മേലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചുണ്ട് കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള അത്രയും യാൺസ് എടുക്കുക. ബാക്കി കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതേപോലെ ആ ഒരു സൂചി വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഇങ്ങനെ വലിച്ചെടുക്കാം. അപ്പോൾ അത് മൊത്തത്തിൽ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ബാക്കി യാൺസ് പുറത്ത് കാണുന്നുണ്ടെങ്കിൽ അത് ചെറിയ സൂചിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഉള്ളിലോട്ട് തള്ളിയാൽ മതി. പിന്നെ അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ വിങ്സും അതേപോലെ തന്നെ ലെഗ്സുമാണ്. ഇതിൻ്റെ കാലുണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് നമ്മുടെ ആ ഫേക്ക് മാജിക് റിങ് ഉണ്ടാക്കുക. പിന്നെ ആ ഫേക്ക് മാജിക് റിങ്ങിലോട്ട് നമുക്ക് 6 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ്, കാല് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ കാലാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇൻക്രീസും കൂടെ ചെയ്താൽ 6 സിംഗിൾ ക്രോഷ്യയിൽ ഇൻക്രീസും കൂടെ ചെയ്താൽ കുറച്ചുകൂടെ വലിയ കാല് കിട്ടും. ഇത് ഓൾറെഡി ചെറിയ പെൻഗ്വിനായതുകൊണ്ടാണ് ഞാൻ ചെറിയ കാലാണ് വെക്കുന്നത്. ജസ്റ്റ് മാജിക് റിങ് ചെയ്യാം, 6 സിംഗിൾ ക്രോഷ്യ ചെയ്യാം, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ 2 കാലാണ് ടോട്ടൽ ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ കാൽ 2 ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ 2 ചിറകുകളാണ്. അതും സിമ്പിളാണ്. നമ്മൾ 5 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. കണ്ടില്ലേ, ഇതേപോലെ 5 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഫസ്റ്റിലത്തെ ആ ഒരു സ്റ്റിച്ച് ഒഴിച്ച് അടുത്ത 3 സ്റ്റിച്ചിലേക്ക് നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ആ ഫസ്റ്റിലത്തെ ആ സ്റ്റിച്ച് ഒഴിവാക്കിയതിന് ശേഷം താഴത്തെ 3 സ്റ്റിച്ചിലോട്ട് നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇതേപോലെ ആദ്യത്തെ 3 സ്റ്റിച്ചിലോട്ടാണ് കേട്ടോ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് 4ാമത്തെ ആ ഒരു സ്റ്റിച്ചില്ലേ അതിലോട്ട് നമ്മൾ ചെയ്യുന്നത് 2 സിംഗിൾ ക്രോഷ്യാണ്. അതായത് ഇൻക്രീസാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തെ ഒരു സ്റ്റിച്ച് ഒഴിവാക്കിയ ശേഷം അടുത്ത 3 സ്റ്റിച്ചിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നു. അതേപോലെ തന്നെ അതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത ഏതാണോ ചെയിൻ സ്റ്റിച്ച് അതിൻ്റെ മേലെ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നു.
അതേപോലെ തന്നെ തിരിച്ചും ചെയ്യാണ് കേട്ടോ. തിരിച്ച് നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നില്ല, ജസ്റ്റ് 3 സിംഗിൾ ക്രോഷ്യ മാത്രം ചെയ്ത് അത് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ചിറകൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ, നിങ്ങൾക്ക് ഔട്ട്ലൈൻ കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഈ കളർ മാത്രമാണ് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഈ കളർ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 2 കാലും അതേപോലെ തന്നെ 2 ചിറകൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് എന്താ പറയുക, അവിടെ തുന്നിപ്പിടിപ്പിക്കുക എന്നുള്ള പരിപാടിയാണ്. ഞാൻ ചെയ്താൽ എന്തായാലും കുറേ പ്രാവശ്യം തെറ്റാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല. ഈ ഒരു ചിറക് എന്ന് വെച്ചാൽ ഈ കണ്ണിൻ്റെ വൈറ്റ് കളർ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ മുതൽ താഴേക്ക് വെക്കാം. അതേപോലെ തന്നെ കാലാണെങ്കിൽ നമുക്ക് ഈ കണ്ണിൻ്റെ കറക്റ്റ് താഴെ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് എവിടെയാണോ തോന്നുന്നത് നിങ്ങളിഷ്ടം പോലെ വെക്കാം. അപ്പോൾ ഇത് മൊത്തത്തിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മളെ പെൻഗ്വിനുള്ളത്. അപ്പോൾ ഈ ഒരു സെയിം പാറ്റേൺ വെച്ച് നമ്മൾ കുറച്ചുകൂടെ വലിയൊരു യാൺ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ തന്നെയാണ് വരിക. നമ്മൾ സെയിം സ്റ്റിച്ചസ് സെയിം പാറ്റേൺ ആണ് ഫോളോ ചെയ്തത്, ആ ഒരു യാണിൻ്റെ സൈസിലുള്ള ഡിഫറൻസ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ.